വിഴിഞ്ഞപ്പോൾ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ച ചില കാര്യങ്ങൾ പൊതുവായി ഞാൻ നേരത്തെ നടത്തിയ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തി 2-3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, ഇപ്പം പഴയ നിയമമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്, പിന്നെന്താ കുഴപ്പം? അപ്പോൾ ആളുകൾ വിചാരിക്കാവോ ഇവർ നിലപാട് മാറ്റിയോ? ഞങ്ങളും നേരത്തെ മുഴുവൻ നടത്തിയ പ്രതികരണങ്ങൾ എന്താ, ഈ കരാർ അനുസരിച്ച് ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് കരാറിനകത്ത് 5(3) വ്യവസ്ഥ ചെയ്യുന്നത്. ഈ പ്രയർ അപ്രൂവൽ ഇല്ല എന്ന് സെബിക്ക് നൽകിയ കത്തിൽ അവർ എഗ്രിമെന്റിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നൽകിയ കത്തിൽ പറയുന്നു ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ എന്നല്ല കരാറിനകത്തുള്ളത്, പ്രയർ അപ്രൂവൽ എന്നാണ്. വെറും അപ്രൂവൽ എന്നല്ല, പ്രയർ അപ്രൂവൽ എന്നാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പോർട്ട്, അദാനി, അതിനെല്ലാം 10 വർഷം ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ അത് ശക്തിപ്പെടുത്തണം, അതിനകത്തും തർക്കമില്ല. പക്ഷെ പ്രയർ അപ്രൂവൽ അത് ഇല്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, 5(9) പ്രകാരം 250 കിലോമീറ്ററിനകത്ത് അദാനി കമ്പനി മറ്റൊരു പോർട്ട് നിക്ഷേപം നടത്താൻ പറ്റില്ല. 250 കിലോമീറ്ററിനകത്ത് പോർട്ടിനകത്ത് പ്രധാനമായും നിക്ഷേപമുള്ള ആളുകൾ വിഴിഞ്ഞത്തും നിക്ഷേപം നടത്താൻ പാടില്ല. ഈ ഭാഗവും നിങ്ങൾ പരിശോധിക്കണം. അന്ന് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞു കേരള താല്പര്യം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും, വേണമെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാം, നമുക്ക് പൊതുവായി ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്, വിഴിഞ്ഞത്തിന് വലിയ സാധ്യതയുണ്ടെന്നതിൽ നിങ്ങൾക്കും തർക്കമില്ലല്ലോ, ഞങ്ങളോട് പറയാം, ഞങ്ങൾക്കും തർക്കമില്ല, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം, ഒന്നിച്ച് നിൽക്കണം. ഇതാണ് സ്റ്റേറ്റ്മാൻഷിപ്പ്, ഇതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയമായ മറുപടിയിലേക്ക്, ആ രൂപത്തിൽ ഒരു ആത്മസംതൃപ്തി കിട്ടുമ്പോൾ താർക്കികന്റെ റോളിലേക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പോകുന്നത് അദ്ദേഹത്തിനും നല്ലതല്ല, നാടിനും നല്ലതല്ല. അതാണ്. പിന്നെ നോക്കൂ, അദ്ദേഹത്തിന് താർക്കിക വൈദഗ്ധ്യം കാണാൻ ഇന്നത്തെ ചോദ്യം മറുപടി നോക്കിയാൽ മതി. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങൾക്കാർക്കും കിട്ടാത്ത വാർത്ത ദേശാഭിമാനിക്ക് മാത്രം കിട്ടിയില്ലേ? എവിടെ സോഴ്സ്? ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ അവതരണം. അപ്പോ അന്ന് ഞാൻ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആദ്യം എക്കണോമിക് ടൈംസ് ആണ്, പിന്നെ മാതൃഭൂമി കൊണ്ടുവന്നു. മാതൃഭൂമി പത്രം പോലും പിറ്റേ ദിവസം ഞങ്ങളുടെ വാർത്തയായിരുന്ന ഒരു അവകാശവാദം പ്രാധാന്യത്തോടു കൂടി കൊടുത്തില്ല എന്നുള്ളത് വേറെ കാര്യം. പിറ്റേ ദിവസം പത്രം നോക്കിയാൽ ഞങ്ങളാണ് കൊടുത്തതെന്ന് ഒരു പത്രം പറയില്ലോ, അത് ആ ക്രെഡിറ്റ് നിങ്ങൾ ദേശാഭിമാനിക്ക് കൊടുക്കല്ലേ എന്ന് മാതൃഭൂമിക്ക് പറയാവുന്നതാണ്. പക്ഷെ അവരത് പിറ്റേ ദിവസം പറഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ചോദ്യം വന്നപ്പോൾ ആ വാർത്ത മാറ്റി. അന്ന് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഗവൺമെന്റുമായി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചർച്ചകൾ നടന്നിരിക്കാം, അത് ഗവൺമെന്റിന് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവെന്താ? ദേശാഭിമാനിയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ. 3 തവണ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾ മറ്റ് മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ദേശാഭിമാനിക്ക് മാത്രമല്ലേ കിട്ടിയത്? ഇതല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് പറയണമായിരുന്നു? ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആളൊന്നുമല്ല, അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രഗത്ഭനും പ്രാവീണ്യവും അനുഭവ സമ്പത്തും ഉള്ള ഒരു ആളോട് ഞാൻ ഉപദേശിക്കാൻ ആളല്ല. പക്ഷെ മുഖ്യമന്ത്രി എന്ന അദ്ദേഹം എന്ത് പറയണമായിരുന്നു? അന്ന് ഈ 2 വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷെ മറ്റു കാര്യമൊക്കെ അദ്ദേഹം പറയാം, ദേശാഭിമാനി ഇങ്ങനെ എഴുതിയില്ലേ, അതെല്ലാം അദ്ദേഹത്തിന് ഞങ്ങളോട് വിമർശിക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം അത്രയെങ്കിലും സത്യസന്ധത സമൂഹത്തോട് കാണിക്കണ്ടേ? ആ 2 വാർത്തയും, എക്കണോമിക് ടൈംസിലെ വാർത്തയും ഈ വാർത്തയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുണ്ട് എന്ന് അദ്ദേഹത്തിന് വാദിക്കാം. അതിന് പകരം എന്തിനാ അദ്ദേഹം ആ നേരെ ചോദ്യം മാറുന്നത്? ഇതും വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഭാഗമാണ്. പിന്നെ പ്രൊസീജിയർ അദ്ദേഹം പറഞ്ഞല്ലോ, ചികിത്സ, ശരിക്കും അദ്ദേഹം ഉമ്മൻചാണ്ടിയാണോ ഉദ്ദേശിച്ച സംശയമുണ്ട്. കടലാസിൽ എഴുതി ചികിത്സാ സഹായം കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷമാണ് പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം പൂർണ്ണമായിട്ട് ഓൺലൈനിലേക്ക് മാറ്റി. നേരത്തെ MLA-മാർ പോയി വീട്ടിൽ കൈമാറും, ഞങ്ങൾ പലർക്കും അപേക്ഷ വാങ്ങിക്കാം, കടലാസിൽ എഴുതി കൊടുത്തിരുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ അംഗീകരിക്കുന്നവരുണ്ട്, അതിന് അധിക്ഷേപിക്കാൻ പാടില്ല, ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്ന് പറയാം. അപ്പൊ അത്തരം ഒരു പരാമർശങ്ങൾ നടത്തിയതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രതികരണങ്ങൾ വ്യക്തിപരമായി കൂടി കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു. അല്ല, അദ്ദേഹം ഒരു നടപടിക്രമവും പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ GP-മാരുടെ നിയമനത്തിൽ കണ്ടത്. എന്നാൽ വേറെ സന്ദർഭത്തിൽ നടപടിക്രമം പറയുന്നു.
കഴിഞ്ഞ തവണ ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രി നടപടിക്രമം പറഞ്ഞപ്പോൾ അവരെവരെ ശക്തമായ നിലപാട് ഉറപ്പിച്ചതാണ്. പിന്നെ ഇപ്പോൾ നോക്കൂ, അവർ ഞങ്ങളെ കണ്ടു. ഇപ്പോൾ ഇവർ കണ്ടതിനെ കുറിച്ച് വിവാദം വന്നല്ലോ. ഞാൻ എന്നോട് ഡൽഹിക്കാർ ചോദിച്ചു കാണേണ്ടി വരും, മുഖ്യമന്ത്രിയെ കാണാം. പക്ഷെ പ്രശ്നം എന്താണ്? നേരത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികൾ ഇല്ലാത്തവരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം എന്ന് മാത്രം. ഇത് U-turn അല്ല. നേരത്തെ പറഞ്ഞത് ചിലർ പറയണം ഞാൻ തെറ്റ് മനസ്സിലാക്കി, നല്ലത് തന്നെ. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ, അധികാരം കിട്ടാൻ വേണ്ടി എടുത്ത നിലപാടുകളിൽ നിന്ന് മലക്കം മറയുകയാണ്. അത് ഒരു തെറ്റ് പറ്റി തിരുത്തലല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞു ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കൗൺസിൽ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ മന്ത്രി ഉപാധ്യക്ഷൻ. ഇപ്പം ഞാൻ പത്രക്കാരോട് പറഞ്ഞു, ഒരു നിയമം അദ്ദേഹം 10 വർഷം മേധാവായിരുന്നപ്പോൾ നിയമസഭ പാസ്സാക്കി. മുഖ്യമന്ത്രി അധ്യക്ഷൻ, വ്യവസായ മന്ത്രി കോ ചെയർമാൻ, റവന്യൂ മന്ത്രി, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ, പവർ മിനിസ്റ്റർ എല്ലാം വൈസ് ചെയർമാനുമാരുമായി ഒരു ബ്യൂറോ രൂപീകരിച്ച് നിയമം രാജ്യത്ത് വന്നു, സംസ്ഥാനത്ത് വന്നു. അദ്ദേഹം കൂടി നിയമസഭയിൽ ഉള്ളപ്പോഴാണ്. അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് എന്തിനാ ഇത് പറയുന്നത്? ഞങ്ങളുടെ കേരള ബ്രാൻഡ്, നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ മുൻപിലാണ് ബ്രാൻഡ് പ്രഖ്യാപിക്കുന്നത്, ബ്രാൻഡിന് അർഹമായവർക്ക് ബ്രാൻഡിൻ്റെ മാർക്ക് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായി പറയുകയാണ്, ചരിത്രത്തിലാദ്യമായി ഇതാ ബ്രാൻഡിങ് കേരള, പുതിയൊരു കോൺസെപ്റ്റ്. ശരിയാണ്, മാറ്റിയിട്ടു കേരള ബ്രാൻഡിങ് കേരളയാക്കി. നമ്മൾ വസ്തുതയായിട്ട് കാണണം. അതാണ് നമ്മുടെ ഒരു ചുമതല. ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചുമതലയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഉയരാൻ ശ്രമിക്കണമെന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ അതായത് ഇതിപ്പോൾ എങ്ങനെയാണ് അത് പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ് ഉത്തരവല്ലേ. ഇപ്പം കഴിഞ്ഞ തവണത്തെ ഞാൻ എടുത്തില്ല. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും എണ്ണം കൂടിയപ്പോഴാണ് എൻ്റെ ധാരണ 17. ഇതിനകത്ത് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് ക്യാബിനറ്റ് നോട്ട് ഉൾപ്പെടെ കിട്ടും. ഇങ്ങനൊരു ക്യാബിനറ്റ് നോട്ട് എന്ത് ഇപ്പോൾ വരാത്ത ഈ ജിയോടൊപ്പം? നിങ്ങൾ വിവരാവകാശം ചോദിക്കുന്നവരാണല്ലോ, ചോദിച്ചു നോക്കൂ. സാധാരണ അജണ്ടയാണോ അതോ ഔട്ട് ഓഫ് അജണ്ടയാണോ? ഔട്ട് ഓഫ് അജണ്ടയാണെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യില്ല, ക്യാബിനറ്റിൽ അപ്പം തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ AGയുടെ ശുപാർശയില്ല. കഴിഞ്ഞവണയും പറഞ്ഞു മന്ത്രിമാരെ ശുപാർശ, ഇപ്പോൾ പറഞ്ഞു ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ശുപാർശ. AGയുമായി ചർച്ച ചെയ്തു. നിങ്ങൾ കേരള ഗവൺമെൻറ് ലോ ഓഫീസേഴ്സ് റൂൾ നോക്കിക്കോളൂ. പാനൽ കൊടുക്കണം. പാനൽ കൊടുക്കണേ സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ എങ്ങനെ AG കൊടുക്കും? സ്പെഷ്യൽ പ്ലീഡർമാരുടെ പാനൽ AG കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ആദ്യം ഈ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ വരണം. ആ ശുപാർശ ധനകാര്യ വകുപ്പിലേക്ക് പോകണം. ധനകാര്യ വകുപ്പ് കണ്ട് ധനകാര്യ മന്ത്രിയുടെ അംഗീകാരത്തോടു കൂടി അംഗീകരിച്ച് നിയമവകുപ്പിന് കൊടുക്കണം. നിയമവകുപ്പ് ആ പോസ്റ്റ് അംഗീകരിച്ച് മന്ത്രിസഭയിൽ വന്ന് അംഗീകരിച്ചാലാണ് പിന്നെ AGയുടെ ശുപാർശ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു മന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലേബർ, ഹെൽത്ത്, പവർ, എക്സൈസ്, കോർപ്പറേഷൻ, ഹോം, ഏത് വകുപ്പെടുത്താലും എത്ര വകുപ്പെടുത്താലും പ്രശ്നമില്ല. ഈ 3 വകുപ്പുകൾ വരുമ്പോൾ ഇത് ധനകാര്യം നോക്കണം, നിയമം നോക്കണം, മുഖ്യമന്ത്രി ഒരാൾ തന്നെയാണ്. അല്ല, അതിനെന്ന് വെച്ചാൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ അഭിപ്രായങ്ങളെല്ലാം നോക്കിയിട്ട് AGയാണ് ചട്ടപ്രകാരം ശുപാർശ നൽകേണ്ടത്. മന്ത്രിമാർക്ക് ശുപാർശ നൽകാൻ അധികാരമില്ല. മുഖ്യമന്ത്രിക്ക് തന്നെ ഇന്നാളെ വയ്ക്കണമെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആ ശുപാർശ വരുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ സമയത്ത് ആ ശുപാർശ എനിക്ക് ഓർമ്മയുണ്ട്. AG തന്നെ പറയും ഇന്നെ ആളുകളായിരിക്കും കുറേ കൂടി പരിഗണിക്കാവുന്നത്. അത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അയക്കും. മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വയ്ക്കാൻ പറഞ്ഞാൽ ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ട് അതിൽ ആരൊക്കെ വേണമെന്ന് ക്യാബിനറ്റ് കളക്റ്റീവായി തീരുമാനിക്കുകയും ചെയ്യുക. അല്ലാതെ ലോയേഴ്സ് കോൺഗ്രസിന് അധികാരമില്ല, മന്ത്രിമാർക്ക് അധികാരമില്ല, വേറെ അദ്ദേഹം പറഞ്ഞ KSC യൂണിറ്റിനും അധികാരമില്ല. ബാക്കി എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അത് AGയെ പരിശോധിക്കണ്ടേ? പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനം തന്നെ നടത്തിയെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ് എന്ത് ചെയ്യും? അല്ല, ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഇപ്പം അദ്ദേഹം പരസ്യമായി പറഞ്ഞേക്കല്ലേ ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഇത് വെച്ചിട്ടാണ് വന്നിരിക്കുമ്പോൾ എന്ന്.
പ്രീതിയോ ഇതൊന്നും കൂടാതെ വേണ്ടേ ഇത് നിർവഹിക്കാൻ? പേരുകളൊക്കെ വരും, അതൊക്കെ പലതരത്തിൽ വരാം, ചർച്ചകളൊക്കെ ചെയ്യാം. പക്ഷെ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കണ്ടേ? അല്ല, ഞാൻ അതിൻ്റെ ആ ഭാഗം നേരത്തെ പറഞ്ഞല്ലോ. സ്പെഷ്യൽ ജി പി സാധാരണ വരുന്നത് ഒരു വകുപ്പ് പറയുകയാണ് ഞങ്ങളുടെ കേസുകൾ എണ്ണം കൂടുതലാണ്, പിന്നെ ഞങ്ങളുടെ കേസിൽ പല വക്കീലന്മാർ ജി പിമാരാകുമ്പോൾ മാറും. ഇപ്പം ഇന്ന് വരുന്ന ആളാകണമെന്നില്ല, അടുത്ത ദിവസം വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരാം. ഒരേ ജി പി ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആൾ തന്നെയാണ് വരേണ്ടത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും. ഗവൺമെൻറ് എ ജിക്ക് അയക്കും. എ ജി അപ്പോൾ അവരുടെ അഭിപ്രായം അറിയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഞങ്ങളുടെ കാലത്തെ അനുഭവം പറഞ്ഞല്ലോ. എഡ്യൂക്കേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തോ, വെറുതെ ചിലവ് കൂട്ടണ്ട. ഇൻഡസ്ട്രിയുടെ പ്ലീഡറുടെ പോസ്റ്റ് സ്പെഷ്യൽ പ്ലീഡർ ഇൻഡസ്ട്രിയും ഉള്ളത് സ്പെഷ്യൽ പ്ലീഡർ എഡ്യൂക്കേഷനാക്കി മാറ്റി, ജനറൽ എഡ്യൂക്കേഷനാക്കി. പിന്നെ ആ വയ്ക്കുന്ന വക്കീല് ആ മേഖലയ്ക്കകത്ത് പ്രാവീണ്യമുള്ള ആളായിരിക്കണമെന്നതുകൂടി കണക്കിലെടുത്തിട്ടാണ് സ്പെഷ്യൽ വരുന്നത്. ഈ സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാലും തുടരാം. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ നിയമിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സീനിയറായ ആളുകളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം ഇതിനകത്ത് വന്നു. ഞങ്ങളുടെ മുൻപിലും റിട്ടയർ ചെയ്യുമ്പോൾ വരാറുണ്ട്. ഇപ്പോൾ സീനിയറായ ഒരാൾ 60 കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും, അല്ലെങ്കിൽ ജി പി ആയ ഒരാൾ ആ 60 കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിവേദനങ്ങൾ എ ജിക്ക് വരും, ഗവൺമെൻറ് പല രീതിയിൽ വരും. ഇതൊന്ന് സ്പെഷ്യൽ ജി പി പോസ്റ്റായിട്ട് ഉയർത്തണം എന്നൊക്കെ നിവേദനങ്ങൾ വരാം. പക്ഷെ ഞങ്ങൾ അതിനനുസരിച്ച് ഉയർത്തിയിട്ടില്ല.